വിശുദ്ധ കൂടാരത്തിന്റെ നിർമ്മാണം. പുറപ്പാടിന്റെ പുസ്തകം 36-ാം അധ്യായം 1 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ കൂടാരത്തിന്റെ നിർമ്മാണം. വിശുദ്ധ സ്ഥലത്തിന്റെ നിർമ്മാണത്തിനായി ഏത് ജോലിയും ചെയ്യാൻ പോന്ന അറിവും സാമർഥ്യവും നൽകി കർത്താവ് അനുഗ്രഹിച്ച ബാസലോലും ഒഹോലിയാലും കരവിരുത്തുള്ള മറ്റാളുകളും അവിടുന്ന് കൽപ്പനയനുസരിച്ച് ജോലി ചെയ്യണം. ബെസലേലിനെയും ഒഹോലിയാബിനെയും കർത്താവ് അറിവും സാമർഥ്യവും നൽകി അനുഗ്രഹിച്ചവരും ജോലി ചെയ്യാൻ ഉൾപ്രേരണ ലഭിച്ചവരുമായ എല്ലാവരെയും മോശ വിളിച്ചുകൂട്ടി. വിശുദ്ധ കൂടാരത്തിൻ്റെ പണികൾക്ക് വേണ്ടി ഇസ്രായേൽ ജനം കൊണ്ടുവന്ന കാഴ്ചകളെല്ലാം മോശയുടെ അടുക്കിൽ നിന്ന് അവർ സ്വീകരിച്ചു. എല്ലാ പ്രഭാതത്തിലും ജനങ്ങൾ സ്വമേധയാ കാഴ്ചകൾ കൊണ്ടുവന്നിരുന്നു. അതിനാൽ വിശുദ്ധ കൂടാരത്തിൻ്റെ വിവിധതരം പണികളിൽ ഏർപ്പെട്ടിരുന്ന വിദഗ്ധന്മാരെല്ലാവരും ജോലി നിർത്തി മോശയുടെ അടുത്ത് വന്ന് പറഞ്ഞു. അവർ മോശയോട് പറഞ്ഞു, കർത്താവ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ജോലിക്ക് ആവശ്യമായതിൽ കൂടുതൽ വസ്തുക്കൾ ജനങ്ങൾ കൊണ്ടുവരുന്നു. ഉടനെ മോശ പാളയത്തിലെങ്ങും ഒരു കൽപ്പന വിളംബരം ചെയ്തു. വിശുദ്ധ കൂടാരത്തിന് വേണ്ടി പുരുഷനോ സ്ത്രീയോ ആരും ഇനി കാണിക്ക കൊണ്ടുവരേണ്ടതില്ല. അങ്ങനെ ജനങ്ങൾ കാണിക്ക കൊണ്ടുവരുന്നത് അവൻ നിയന്ത്രിച്ചു. എല്ലാ പണികൾക്കും ആവശ്യമായതിൽ കവിഞ്ഞ വസ്തുക്കൾ അവർക്ക് ലഭിച്ചിരുന്നു. പണിയിൽ ഏർപ്പെട്ടിരുന്നവരിൽ വിദഗ്ധരായവർ 10 വിരൽ കൊണ്ട് കൂടാരമുണ്ടാക്കി. അവ നീലം, ധൂമ്രം, കടും ചുമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും ബോർമേൽ നെയ്തെടുത്ത ചണത്തുണിയും കൊണ്ട് നിർമ്മിച്ചവയും കെരൂബുകളുടെ ചിത്രം തുന്നി അലങ്കരിച്ചതുമായിരുന്നു. ഓരോ വിരിയുടെ നീളം 28 മുഴവും വീതി 4 മുഴവുമായിരുന്നു. എല്ലാ വിരികളും ഒരേ അളവിലുള്ളതായിരുന്നു. അവർ 5 വിരികൾ ഒന്നിനൊന്ന് യോജിപ്പിച്ചു, അതുപോലെ മറ്റേ 5 വിരികളും. ആദ്യ ഗണം വിരികളിൽ അവസാനത്തേതിൻ്റെ വക്കിൽ നീല നൂലുകൊണ്ട് അവർ വളയങ്ങൾ നിർമ്മിച്ചു. അപ്രകാരം തന്നെ 2-ാം ഗണം വിരികളിൽ അവസാനത്തേതിൻ്റെ വക്കിലും ഒന്നാമത്തേതിലും രണ്ടാമത്തേതിലും 50 വളയങ്ങൾ വീതമുണ്ടാക്കി. ഒന്നിനു നേരെ ഒന്ന് വരത്തക്ക വിധത്തിലാണ് വളയങ്ങൾ നിർമ്മിച്ചത്. 50 സ്വർണ്ണക്കുളുത്തുകൾ ഉണ്ടാക്കി. വിരികൾ പരസ്പരം ബന്ധിച്ചു. അങ്ങനെ കൂടാരം ഒന്നായി തീർന്നു. കൂടാരത്തിൻ്റെ മുകൾ ഭാഗം മൂടുന്നതിന് കോലാട്ടിൻ രോമം കൊണ്ട് അവർ 11 വിരികൾ ഉണ്ടാക്കി. ഓരോ വിരിയുടെ നീളം 30 മുഴവും വീതി 4 മുഴവുമായിരുന്നു. 11 വിരികൾക്കും ഒരേ അളവ് തന്നെ. അവർ 5 വിരികൾ ഒന്നോടൊന്ന് തുന്നിച്ചേർത്തു, അതുപോലെ മറ്റ് 6 വിരികളും. ഇരുഗണത്തെയും തമ്മിൽ യോജിപ്പിക്കുന്ന വിരികളുടെ വിളുമ്പുകളിൽ 50 വളയങ്ങൾ വീതം നിർമ്മിച്ചു. കൂടാരം കൂട്ടി യോജിപ്പിക്കാൻ ഓടുകൊണ്ട് 50 കൊളുത്തുകൾ ഉണ്ടാക്കി. കൂടാരത്തിന് ഓറക്കെട്ട മുട്ടാടിൻ തോലുകൊണ്ട് ഒരാവരണവും അതിനു മീതെ നീലക്കരടിത്തോലുകൊണ്ട് വേറൊരാവരണവും നിർമ്മിച്ചു. കൂടാരത്തിന് കരിവേല പലകൾ കൊണ്ട് നിവർന്നു നിൽക്കുന്ന ചട്ടങ്ങൾ ഉണ്ടാക്കി. ഓരോ പലകയുടെ നീളം 10 മുഴമായിരുന്നു, വീതി 1.5 മുഴവും. പലകളെ തമ്മിൽ ചേർക്കുന്നതിന് ഓരോ പലകയിലും 2 കുടുമുകൾ ഉണ്ടായിരുന്നു. ഓരോ പലകളും ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയത്. അവർ കൂടാരത്തിലുള്ള ചട്ടപ്പലകൾ ഇപ്രകാരമാണ് ഉണ്ടാക്കിയത്. തെക്ക് വശത്ത് 20 പലകൾ, 20 പലകളുടെ അടിയിൽ വെള്ളി കൊണ്ട് 40 പാദകൂടങ്ങൾ. ഓരോ പലകയുടെയും അടിയിൽ കുടുമയ്ക്ക് 1 വീതം 2 പാദകൂടങ്ങൾ. കൂടാരത്തിൻ്റെ വടക്ക് വശത്ത് അവർ 20 പലകകൾ ഉണ്ടാക്കി. ഓരോ പലകയ്ക്കും അടിയിൽ 2 വീതം വെള്ളി കൊണ്ടുള്ള 40 പാദകൂടങ്ങളും ഉണ്ടാക്കി. കൂടാരത്തിൻ്റെ പിൻഭാഗമായ പടിഞ്ഞാറ് വശത്ത് 6 പലകൾ ഉണ്ടാക്കി. കൂടാരത്തിൻ്റെ പിൻഭാഗത്തെ 2 മൂലകൾക്കായി 2 പലകളും. അവയുടെ ചുവടുകൾ അകത്തിയും മുകൾ ഭാഗം ഒരു വളയം കൊണ്ട് യോജിപ്പിച്ച് നിർത്തി. ഇരു മൂലകളിലുമുള്ള 2 പലകൾക്ക് ഇപ്രകാരം ചെയ്തു. അങ്ങനെ 8 പലകളും ഒരു പലകയുടെ അടിയിൽ 2 വീതം വെള്ളി കൊണ്ടുള്ള 16 പാദകൂടം ഉണ്ടായിരുന്നു. കരിവേലത്തടി കൊണ്ട് അവർ അഴികൾ നിർമ്മിച്ചു. കൂടാരത്തിൻ്റെ ഒരു വശത്തെ പലകൾക്ക് 5 അഴികൾ, മറുവശത്തുള്ള പലകൾക്കും 5 അഴികൾ. കൂടാരത്തിൻ്റെ പിൻഭാഗമായ പടിഞ്ഞാറ് വശത്തെ പലകൾക്കും 5 അഴികൾ. നടുവിലുള്ള അഴി പലകയുടെ പകുതി ഉയരത്തിൽ വെച്ച് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കടത്തിവിട്ടു. അവർ പലകളും അഴികളും സ്വർണം കൊണ്ട് പൊതിയുകയും അഴികൾ കടത്താനുള്ള വളയങ്ങൾ സ്വർണം കൊണ്ട് നിർമ്മിക്കുകയും ചെയ്തു. നീലം, ധൂമ്രം, കടുംചുവപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണികളും ഉപയോഗിച്ച് തിരശ്ശീല ഉണ്ടാക്കി. കെരൂബുകളുടെ ചിത്രം വിദഗ്ധമായി തുന്നിച്ചേർത്ത് അത് അലങ്കരിച്ചു. അവർ കരിവേല തടി കൊണ്ട് 4 തൂണുകൾ ഉണ്ടാക്കി. സ്വർണം കൊണ്ട് പൊതിഞ്ഞു. അവയ്ക്ക് സ്വർണം കൊണ്ടുള്ള കൊളുത്തുകളും വെള്ളി കൊണ്ട് 4 പാദകൂടങ്ങളും നിർമ്മിച്ചു. നീലം, ധൂമ്രം, കടും ചുവപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്ത് ചിത്രത്തുണികൾ കൊണ്ട് അലങ്കരിച്ച ചണത്തുണിയും ഉപയോഗിച്ച് കൂടാരവാതിലിന് അവർ യവനിക ഉണ്ടാക്കി. അതിനായി 5 തൂണുകളും അവയിൽ കൊളുത്തുകൾ ഉണ്ടാക്കി. തൂണുകളുടെ ശീർഷങ്ങൾ സ്വർണം കൊണ്ട് പൊതിഞ്ഞു. പട്ടകൾ സ്വർണം കൊണ്ടും അവയുടെ 5 പാദകുടങ്ങൾ ഓടുകൊണ്ടും നിർമ്മിച്ചു.